ഹായ് ഹായ് നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോ ന്യൂ ഇയറിന്റെ തലേ ദിവസമാണ് ഇന്ന് വീഡിയോ എടുക്കുന്നത്. അമ്മ ഇന്നും കൂടി കഴിഞ്ഞാല് 2025 കഴിഞ്ഞു അല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു 2025? അടുത്ത വർഷമാണ് 2025 വലിയ മോശമൊന്നുമില്ല. ഇനി വരുന്നത് അതിനെക്കാട്ടി നല്ലതായിട്ട് ആവട്ടെ. അതെ. പിന്നെ അപ്പോൾ ഇന്ന് നമുക്ക് ഉണ്ണിയപ്പത്തിനെല്ലാം ഓർഡറിലെ ദിവസമാണ്. ഒരു കുറച്ചധികം ഉണ്ണിയപ്പം ആക്കാനുണ്ട്. പിന്നെ നമ്മളെ വീടിൻ്റെ അടുത്ത് തന്നെ നാളെ ന്യൂ ഇയറിൻ്റെ തന്നെ ഒരു കുടി കൂടലുണ്ട്. അപ്പോൾ അതിന് കൊടുക്കാൻ വേണ്ടിയിട്ട് അതിനുള്ള കൂട്ടെല്ലാം അമ്മ റെഡിയാക്കി വെച്ചു. ഇന്നലെ രാത്രിക്ക് റെഡിയാക്കി വെച്ചിരുന്നല്ലേ അമ്മ? അപ്പോൾ അത്രയും സമയം റെസ്റ്റ് ചെയ്ത് ഇപ്പോൾ രാവിലെ ചൂടാൻ വേണ്ടി തുടങ്ങണം. അപ്പോൾ ഇന്നിപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ കൊടുക്കേണ്ടതാണ്. 2 സ്ഥലത്ത് കൊടുക്കാനുണ്ട്. ഒന്ന് പിന്നെ കുടികൂടലിനും ഒന്ന് വേറെ ഗൾഫിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ 2 ഓർഡറാണ് നിന്നില്ല. അപ്പോൾ ഈ വർഷത്തെ ഇനി അടുത്ത കൊല്ലേ അമ്മ കാരപ്പൻ ചൂടൂരും. ഈ വർഷത്തെ ലാസ്റ്റ് കാരപ്പായി. അതിന്റെ തലേന്ന് കൂടെ ചുട്ടില്ലേ? ഇനി അടുത്ത കൊല്ലാന്ന് നമ്മ കാരപ്പൻ ചൂടാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് ന്യൂ ഇയറിന് എന്തെങ്കിലും ആക്കണം എന്നുണ്ട്. അപ്പോൾ രാവിലത്തെ കുറച്ച് വിശേഷം ഇന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അതിന് ശേഷം ഉച്ചക്ക് നമുക്ക് നല്ലൊരു സെലിബ്രേഷനെല്ലാം ആക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. നല്ല വെച്ചാൽ നമുക്ക് മെയിനായിട്ട് ഫുഡ് എന്തെങ്കിലും ഉണ്ടാക്കാം. പിന്നെ പറ്റിയെങ്കിൽ ചെറിയൊരു കേക്ക് കട്ട് ചെയ്യാം. അന്നേ അമ്മമ്മയോട് ഞാൻ പറഞ്ഞിന് അമ്മമ്മ ന്യൂ ഇയറിന് ക്രീം കേക്ക് നമുക്ക് മുറിക്കാം. അന്ന് പ്ലം കേക്ക് മുറിച്ചിട്ട് അമ്മമ്മേനെ പറ്റിച്ചു ഞാൻ. അപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ അമ്മമ്മേനെയും കൂട്ടിയിട്ട് വരണം. അപ്പോൾ ഇന്നത്തെ ചെറിയൊരു നമ്മളെ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2025 നമുക്ക് മറക്കാൻ പറ്റാത്ത കുറെ നല്ല ഓർമ്മകളുണ്ടായില്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വായനേന്റെ പരിപാടിക്കുള്ള നമ്മ കൊറേ പലഹാരാക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ അതെ, നമുക്ക് സംരംഭകക്കില് നമ്മളെ നാട്ടില് നല്ല അതും കിട്ടിയിട്ടുണ്ട്. പിന്നെ 2025 നമുക്ക് ഫുഡിന്റെ പിന്നെ അതിന്റെ സർട്ടിഫിക്കറ്റും കിട്ടിയിട്ടുണ്ട്. എല്ലാം 2025 നല്ല തന്നെ നമുക്ക് കുറെ പലഹാരത്തിന്റെ പിന്നെ നമ്മളെ ഒരു സംരംഭന തുടങ്ങിയത് 2025 ഇതേപോലെ നമ്മ പിന്നെ ആദ്യം യൂട്യൂബ് ചാനലിൽ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ടായിനി. അതിന് ശേഷമാണ് വീഡിയോസ് എല്ലാം കണ്ടിട്ട് ഉണ്ണിയപ്പെല്ലാം കണ്ടിട്ട് ആൾക്കാർ ഉണ്ടാക്കി തരുമോ ചോദിച്ചിട്ട് നമ്മ അങ്ങനെ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി തുടങ്ങിയിനി. പിന്നെ നമുക്ക് ചെറിയൊരു പൈസ ആയാലും നമുക്ക് 2025 കിട്ടാൻ തുടങ്ങിയിട്ടുള്ളത്. പിന്നെ അതുകൊണ്ട് എന്തുകൊണ്ടും നമുക്ക് 2025 നല്ല തന്നെ എപ്പം മറക്കാൻ പറ്റൂല. അതിന്റെ സംരംഭം നമ്മ രജിസ്റ്റർ ചെയ്തതിന്റെ അതിന്റെ സർട്ടിഫിക്കറ്റ് എല്ലാം കിട്ടി. അതാ അമ്മ പറഞ്ഞ സർട്ടിഫിക്കറ്റ് കിട്ടിയത്. അതിന്റെ അത് പിന്നെ യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടാൻ തുടങ്ങിയതും എല്ലാം 2025. പിന്നെ എല്ലാം തന്നെ അതന്നെ അമ്മമ്മക്ക് സംരംഭക നിലയില് അനുമോദനം എല്ലാം കിട്ടിയതും അതിൽ തന്നെ 2025 തന്നെ. അപ്പൊ എല്ലാം കൊണ്ടും 2025 എനിക്ക് നല്ലതാണെന്നാ ഞാൻ പറയുന്നത്. നമ്മ വായനേന്റെ പരിപാടിക്ക് കൊറേ പലഹാരമാക്കി കൊടുത്തിട്ടുണ്ട്. വായനച്ചായാലും വീടുകളിലായാലും എല്ലാ സ്ഥലത്തും. അപ്പം എനക്കത് മറക്കാൻ പറ്റാത്തൊരു അനുഭവം തന്നെയാണ്. അതിലൂടെ പിന്നെ നമ്മളിവിടെ പിന്നെ വായനശാലയിൽ ഒരു പരിപാടി ഉണ്ടായിന്, വായനായനെന്നുണ്ട്. അതിലാണ് നമ്മൾ പലഹാരമായി കൊടുത്തിട്ട് അങ്ങനെ കഴിച്ച് എല്ലാവരും നല്ലതാന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറേ ഓർഡർ ഇപ്പം നാട്ടിൽ നിന്ന് തന്നെ കിട്ടാൻ തുടങ്ങിയിന്. പിന്നെ അതുകൂടാണ്ട് നമ്മളെ വീഡിയോ കണ്ടിട്ട് റെസിപ്പി എല്ലാം ഉണ്ടാക്കി നോക്കിയിട്ട് നല്ലത്. ഇപ്പം കൊറേ ആള് സ്വന്തമായിട്ട് ഇപ്പൊ തുടങ്ങിയിട്ട് വരുമാനം കിട്ടുന്നുണ്ട്. പറഞ്ഞിട്ട് മെനിയാന്നും കൂടെ എന്നെ വിളിച്ചിട്ടുണ്ടായിന്. അതെല്ലാം നമുക്ക് ഭയങ്കര സന്തോഷമല്ല അമ്മ? സന്തോഷം തന്നെയാണ്. ആ സന്തോഷം നമുക്ക് അറിയിക്കാൻ വേണ്ടിട്ടാണ് അവര് വിളിച്ചിനി. ഇതേപോലെ ആക്കി കൊടുത്തിട്ട് എല്ലാവർക്കും നല്ല ഇഷ്ടമായിനി. നമ്മളെ ഉണ്ണിയപ്പായാലും നെയ്യപ്പായാലും അതേപോലെ റെസിപ്പി നോക്കിയിട്ട് എല്ലാരും ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് എന്നെല്ലാം പറഞ്ഞിട്ട് തുടങ്ങുകയും ചെയ്തിട്ടുണ്ട്. അതെല്ലാം കേൾക്കുമ്പോൾ നല്ല സന്തോഷം തന്നെയാണ്. നമ്മ ഇതൊന്നും പ്രതീക്ഷിച്ചിട്ട് ആ വീഡിയോ ഇടുമ്പോൾ നമുക്ക് നമ്മളെ കുറച്ച് വിശേഷം നമുക്കറിയുന്ന കുറച്ച് റെസിപ്പീസ് അത് ഒരു മറവും ഇല്ലാണ്ട് എല്ലാവർക്കും നല്ല രീതിയിൽ അങ്ങ് കാണിച്ചു കൊടുക്കാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒരു തുടങ്ങിയതാണ്. അതോ നമ്മളെ പോലെ അവർക്കും ഒരു ജീവിക്കാൻ ഒരു മാർഗം ആവുന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ വെച്ചാൽ നമ്മളൊന്നും
ഒരു മറവായിട്ട് ചെയ്തിട്ട് അതെല്ലാം നമ്മ ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ അതെല്ലാം കാണിച്ചു കൊടുക്കലുണ്ട്. അവര് ചെയ്തിട്ട് നല്ലതായി എല്ലാവർക്കും നല്ല ഇഷ്ടമായി എന്നെല്ലാം പറയുമ്പോൾ നല്ല സന്തോഷമുണ്ട്. നമ്മളെ ഉണ്ണിയപ്പത്തിന്റെ ചെറിയ ടിപ്സ് എല്ലാം എല്ലാവരും ഫോളോ ചെയ്തിട്ട് നല്ല ഇതായിട്ട് കിട്ടുന്നുണ്ട് എന്നെല്ലാം പറയലുണ്ട്. പിന്നെ ചിലവർ വിളിച്ചവരും പറയലുണ്ട്, ചിലവര് അങ്ങനെ വൃത്തിയിൽ പറഞ്ഞില്ല. പക്ഷെ നിങ്ങൾ എങ്ങനെയാണെന്നും അത് എല്ലാം നല്ല ഡീറ്റെയിൽ ആയിട്ട് നല്ല വൃത്തിയിൽ എല്ലാം പറഞ്ഞിരുന്നുണ്ട്. അതുകൊണ്ട് നമുക്കും അത് നോക്കി ചെയ്യുമ്പം അങ്ങനെയുള്ള പറഞ്ഞിട്ട് നല്ല എല്ലാവരും വിളിച്ച് പറയുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമാണ്. ഇതൊന്നും നമ്മൾ ജീവിതത്തിൽ ഒരിക്കലും പ്രതീക്ഷിച്ചതേ അല്ല. ഇങ്ങനെ കുറേ പേരെ സ്നേഹം നമുക്ക് കിട്ടുന്നതെല്ലാം അതെല്ലാം തിരിച്ചറിയുന്നുണ്ട്. കല്യാണത്തിന് പോയാലും ട്രെയിനറിൽ പോയാലും എവിടെ പോയാലും പെട്ടെന്ന് വന്നിട്ട് ആസ്പത്രിയിൽ പോയാലും കൂടെ ഞാൻ ആസ്പത്രിയിൽ പോയിട്ട് വേഗം വന്നിട്ട് കൈ പിടിച്ചിന്. എന്നിട്ട് വന്ന് എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ, എവിടെയോ ഞാൻ എവിടെ ആലോചിച്ച് നോക്ക്, ഇങ്ങനെ എവിടെയോ കണ്ടിട്ടുണ്ട്. ഞാൻ യൂട്യൂബിലായിരിക്കും, യൂട്യൂബിൽ അങ്ങനെ കുറെ ആൾക്കാർ അങ്ങനെ. അതേപോലെ നമുക്ക് ഫേസ്ബുക്കിലും കുറെ കൂട്ടുകാരുണ്ട് കേട്ടോ. യൂട്യൂബില് അല്ലാണ്ട് ഫേസ്ബുക്കിലും കുറെ പേര് കാണുന്നുണ്ട്, ഇൻസ്റ്റാഗ്രാമിൽ കാണുന്നുണ്ട്. അങ്ങനെ എല്ലാരും നല്ല സപ്പോർട്ടാണ്. എല്ലാവരും ഇത്രയേരം നല്ല തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എല്ലാവരും നല്ല തന്നെ പറയുന്നുണ്ട്. പിന്നെ കല്യാണത്തിന് പോയാലും എല്ലാവരും അമ്മേനെ നേരിട്ട് കണ്ട് ഒരുപാട് സന്തോഷം എന്ന് പറഞ്ഞ് ഒന്നിച്ചെടുത്ത് ഫോട്ടോ എടുത്തു എല്ലാം ചെയ്തു. ഒരുപാട് സന്തോഷം തന്നെ അതല്ലോ. അതെ, അതെല്ലാം കാണുമ്പോൾ നമ്മിപ്പോൾ ഇടയ്ക്ക് മടി പിടിച്ചിരുന്നാലും നിങ്ങളെ ആ ഒരു സ്നേഹം എല്ലാം കാണുമ്പോൾ നമുക്ക് പിന്നെയും വീഡിയോ ചെയ്യാനൊരു ഊർജാന്നല്ലോ. അപ്പോൾ നമ്മള് ഇന്നത്തെ വീഡിയോ അതെ ഇന്നത്തെ ന്യൂ ഇയർ പരിപാടിക്ക് അപ്പൊ നമുക്ക് എന്നൊരു ഇടിച്ചക്ക കിട്ടിയിട്ടുണ്ട് ആദ്യമായിട്ട്. ചക്കപ്പൂല് എന്നാ നമ്മ പറയലിടാ. ഇപ്പൊ ഈ വർഷത്തെ ആദ്യമായിട്ട് നമ്മളെ വീട്ടില് ഉണ്ടാവുന്നത്രേ. നമുക്ക് വേറെ അച്ഛൻ വേറെ സ്ഥലത്ത് നിന്ന് കൊണ്ടു തന്നെയാണ് കേട്ടാ. അപ്പൊ അത് മുറിച്ച് നോക്കിയിട്ട് വേണം ഉപ്പേരി വെക്കണോ അല്ല പരിപ്പിലിട്ട് വെക്കണോ തീരുമാനിക്കാൻ. കുറച്ച് മൂത്ത് പോയിട്ടുണ്ടെങ്കിൽ പരിപ്പിലിട്ട് വെക്കാനാവൂല, ഉപ്പേരി വെക്കാനേ ആവൂലു. അപ്പൊ നമുക്കൊന്ന് മുറിച്ച് നോക്കാലമ്മേ. ആ കൊത്തിക്കാമ. നല്ല ഉറപ്പുണ്ട് തോന്നല്ലോ. അങ്ങനെയൊന്നും മുറിയുന്ന ചക്കയല്ല, കുറച്ച് ഉറപ്പുണ്ട്. എന്താ പറ്റും ഉപ്പേരി വെക്കാൻ അല്ലേ. കുറച്ച് ചോള ഇങ്ങനെ ചോള വെച്ചിട്ടുണ്ട്. കറിയിലിട്ടാൽ എന്താ പറയാ, അത് കോലരും ഇങ്ങനെ. ആ പരിപ്പിന്റെ പരം പൂലാന്ന് രസം ഉണ്ടാവില്ല വെച്ചാല്. അതിങ്ങനെ ഒലരാൻ പാടില്ല, സാമ്പാർ പോലെ. ഇതിപ്പോ നമുക്ക് ഇങ്ങനെ കുറച്ച് വലിയ വലിയ കഷ്ണാക്കിട്ട് ഉപ്പിട്ട് വേവിച്ചിട്ടാകുമ്പോ ഇടിച്ചിട്ട് വറവിലിടാം. അതാ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പൊ രുചി അതാക്കിക്കോ. കാരപ്പത്തിന്റെ എല്ലാം പരിപാടി നോക്കട്ടെ. രണ്ട് ഉരുളിയിലാക്കിട്ട് ആക്കുന്നുണ്ടോ? വേറെ 2 ഉരുളിയിൽ ആക്കുന്നുണ്ടെങ്കിൽ ഇപ്പൊ ചോറും കറി ആക്കിയിട്ടാകുമ്പോ അങ്ങനെ ആക്കാം. അതുവർക്ക് ഞാൻ കാര്യം തന്നെ ചൂടാ കുറച്ച്. എന്നാ പിന്നെ ഞാൻ വേഗം കറിയാക്കാം. പരിപ്പ് മുറിച്ചേരണ ഞാൻ മുറിക്കാം. പറഞ്ഞ റൊപ്പിയിട്ട് ഞാൻ ഇതിട്ടെ ചേരിപ്പണ്ട ഒരു കഷ്ണം മതി രാമ, ബാക്കി നാളെ ആക്കിയാ പോരെ. ഉച്ചക്കേക്കില്ല പരിപാടിയല്ലോ നമുക്ക് വേണ്ടു. വൈകുന്നേരം സ്പെഷ്യൽ വരുന്നുണ്ട്, വീഡിയോ അതിന്റെ വേറെ വരുന്നതായിരിക്കും. അപ്പൊ നമുക്കുള്ള പലഹാരം ചുട്ട് കഴിയണം. അതെ, നല്ല ചുട്ട് എല്ലാം സെറ്റാക്കി എല്ലാം കൊടുത്തിട്ട് വേണം നമുക്ക് തുടങ്ങാൻ വേണ്ടി. ചെന്നാലേ ഒരു സമാധാനം ഉണ്ടാവില്ല. വേറെ ഒന്ന് കറി എന്നാക്കണ്ടമ്മ? ഇത് മീനുണ്ടാ? മത്തിയുണ്ട് ഫ്രിഡ്ജിൽ മുറിച്ച് വെച്ചിട്ട്. എന്നാ മത്തി കറിയും വറവും ആക്കാം അല്ലേ? കുറച്ച് നല്ലോണം ഇങ്ങനെ പുളിമുളക് ഇട്ടിട്ട് അങ്ങനെ പച്ച മത്തി എന്നാലേ രസം തോന്നും. അപ്പം അമ്മ ഉണ്ണിയപ്പത്തിൻ്റെ ഫൈനൽ സ്റ്റേജിലെത്തിയിട്ടുണ്ട്. തേങ്ങാക്കൊത്തല്ല ഇനി നെയ്യിലൊന്ന് വറുത്തെടുക്കണം അല്ലേ അമ്മ? ലാസ്റ്റ് നമ്മൾ ചേർക്കുമ്പോൾ അല്ല ലാസ്റ്റ് ചൂടാനാകുമ്പേ ചേർക്കയില്ലേ. തേങ്ങാക്കൊത്ത് നെയ്യിൽ വറുത്തിട്ട് തണിഞ്ഞിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. വെള്ളമെല്ലാം ചേർത്തുവാ? വെള്ളം തേങ്ങാക്കൊത്തും ചേർക്കണം. എള്ള് ഇതാ നമ്മ ഇതുപോലത്തെ പാക്കറ്റാന്ന് വാങ്ങല് കേട്ടാ. ലൂസായിട്ടും വാങ്ങാം അല്ലേ? പിന്നെ സാധനം ഇതിന് നല്ല ദിവസം ഓർഡർ ഇല്ലവരാണെങ്കിൽ ഒന്നിച്ച് സാധനം വാങ്ങി വെക്കുന്നതായിരിക്കും ലാഭം ഉണ്ടാവില്ല അല്ലേ അമ്മ ഉണ്ണിയപ്പത്തിന്? നമുക്ക് പറയുന്നതിനനുസരിച്ചില്ല
പിന്നെ നമ്മ കടയിലൊന്നും അങ്ങനെ കൊണ്ടു കൊടുക്കില്ല. കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിനി കടയിൽ നിങ്ങളെ ഉണ്ണിയപ്പം കൊണ്ടു കൊടുക്കലുണ്ടോ എന്ന് ആടുന്ന് വാങ്ങിയിട്ട് ഒന്ന് ടേസ്റ്റ് നോക്കായിരുന്നു പറഞ്ഞിട്ട്. പക്ഷെ നമ്മൾ ഓർഡർ തരുന്നതനുസരിച്ച് അവർക്ക് ആക്കി കൊടുക്കലാന്ന്. കടയിൽ ഇതുവരെ ആയി കൊടുത്തിട്ട് അടുത്തുള്ളവർക്കെല്ലാം നമ്മൾ പൈസ കാറ്റ കൊടുക്കലുണ്ട്. മറ്റേ ഇങ്ങനെ പാക്കറ്റ് ആക്കിയിട്ട് കൊടുക്കലില്ല. അങ്ങനെ കൊടുക്കുന്നുണ്ടെങ്കിൽ ഡെയിലി ചൂടാൻ പറ്റുന്നുണ്ടെങ്കിൽ സാധനം ഒന്നിച്ച് വെള്ളമായാലും പച്ചരി ആയാലും മൈദ ആയാലും എല്ലാം ഒന്നിച്ച് വാങ്ങി വെക്കുന്നത് ലാഭമായിരിക്കും. പിന്നെ അമ്മ പണിക്കും പോകുന്നതുകൊണ്ട് അങ്ങനെ ഡെയിലി ആക്കയില്ല, ഓർഡറിനനുസരിച്ചേ ആക്കയില്ലു. അത് ഞാൻ രാവിലെ ഞാൻ വിചാരിച്ചു രാവിലെ പോയിട്ട് അതികൂട്ടിന് വരാന്ന് പറഞ്ഞിന്. രാവിലെ പോയിട്ട് സാധനം എല്ലാം വാങ്ങിക്കൊടുന്നാല് വൈകുന്നേരത്തേക്കില്ലേ. പിന്നെ നമ്മളെ ഉച്ചക്ക് ഒന്ന് ചോറാക്കണ്ടു, 2 വീട്ടിലേയും കൂടി ഒന്നിച്ചാക്കല് ഹോട്ടലുണ്ടാകുമ്പോ. അപ്പൊ അത് ആക്കും. പിന്നെ ഉണ്ണിയപ്പത്തിന് അമ്മേനെ സഹായിക്കും എല്ലാം ചെയ്തിട്ട് പിന്നെ വാങ്ങാൻ പോലെ വെച്ചാൽ ചിലപ്പോൾ സമയം വയ്യും. അതുകൊണ്ട് രാവിലെ വേഗം കുളിച്ചൊരുങ്ങിച്ച് അതിക്കൂട്ടിയും കൂടി സാധനം വാങ്ങിക്കൊണ്ടൊക്കാന്ന് വിചാരിച്ചിന് വൈകുന്നേരത്തേക്കില്ലേ. അപ്പൊ അനിയത്തിക്ക് ക്ലാസ്സിന്റെ ഓർമ്മയില്ല, വണ്ടി ആള് കൊണ്ടുപോയി, ഒരു വണ്ടി കഴിഞ്ഞു. അപ്പൊ എടുത്തിട്ട് ഇനി ഉച്ചക്കാള് വന്നിട്ട് പോവാന്ന് വിചാരിച്ചു. അപ്പൊ ആ ഡ്രസ് ഇട്ടിട്ട് പണിയെടുത്താല് പിന്നെ പോകുമ്പോ പിന്നെ അത് ഇടാനാവില്ല. അതുകൊണ്ട് ഞാൻ വരും, 2 മണിയാകുമ്പോൾ വരും. പിന്നെ കുറെ പേര് ചോദിക്കുന്നുണ്ടെങ്കിൽ അനിയത്തിന് എന്താ കാണിക്കാത്തേന്ന്. ആർക്ക് ഇതൊന്നും താല്പര്യമില്ല. വീഡിയോയില് നമുക്ക് എടുത്തു. അതെ, പിന്നെ വീഡിയോയിൽ വരാൻ നമുക്ക് താല്പര്യമില്ല. ഭയങ്കര മടിയാന്ന് കേട്ടാ. നേരെ ഓപ്പോസിറ്റാണ് എന്നെ എല്ലാ കാര്യത്തിലായാലും അങ്ങനെ ഭയങ്കരമായിട്ട് മിണ്ടാനെല്ലാം ഒരു നാണക്കടായിട്ടാണ് കേട്ടാ. ചിലവര് നമ്മ വിചാരിക്കും ഓ ഭയങ്കര സാധനം ഒന്നും മിണ്ടുന്നില്ല എന്ന്. പക്ഷെ ആള് പേടിച്ചിട്ടാണ്. ആൾക്കാരോട് അങ്ങനെ വർത്താനം പറയാൻ അങ്ങനെ ഒരു ഇത് ഇല്ല. എല്ലാം അറിയും, കാര്യം എല്ലാം ചെയ്യും. പക്ഷെ എന്തോ ഒരു മടിയാണ്. പിന്നെ എൻ്റെ നേരെ ഓപ്പോസിറ്റാണ്, മെലിഞ്ഞിട്ടാണ്. അപ്പോൾ വീഡിയോയിൽ വരാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് കേട്ടാ. അങ്ങനെ എല്ലാവർക്കും ചിലപ്പം നമ്മളെപ്പോലെ അങ്ങനെ പബ്ലിക്കാവാൻ ഇഷ്ടമുണ്ടായിന്ന് വരില്ലല്ലോ. അതുകൊണ്ടാണ് വീഡിയോയിൽ കാണിക്കാത്ത, വേറെ ഒന്നുമല്ല. അച്ഛനായാലും ചെറിയ മടിയുണ്ട്, എന്നാലും ഞാൻ പൊളിഞ്ഞും തെളിഞ്ഞാലും അച്ഛനെടുക്കലുണ്ട്. അപ്പോൾ ചക്കപ്പൂലെല്ലാം ഇതാ ചട്ടിയിൽ മുറിച്ച് ഇട്ട് വെച്ചിട്ടുണ്ട്, വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ വീട്ടിൽ നിന്ന് വരുമ്പോൾ തന്നെ അവിടെ തന്നെ മുറിച്ചിട്ട് കൊണ്ടുവന്നി. അപ്പൊ വേഗം ചോറാക്കാൻ്റെ പരിപാടിയിലാണ്. റൈസ് കുക്കറിൽ വെക്കാന്ന് വിചാരിച്ചത്, അതിന് വേഗം ആവുമല്ലോ. അപ്പോൾ വേഗം പരിപാടി നോക്കിക്കഴിഞ്ഞാല് അമ്മേനത്ര കുറച്ച് സഹായിക്കും വേണം. അതുകൊണ്ട് എല്ലാം ചടപടാന്ന് വേഗം റെഡിയാക്കി എടുക്കാന്ന് വിചാരിച്ചു. ആവുന്ന സമയം കൊണ്ട് നമുക്ക് വേഗം ചക്കപ്പൂലുപ്പേരും പിന്നെ മീൻ അമ്മോറിനും ഉള്ളി തക്കാളിയെല്ലാം വാട്ടിയിട്ട് പിന്നെ അരവലിട്ട് അതൊന്ന് അരച്ചെടുത്തിട്ട് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഗ്രേവി പോലെ ഉണ്ടാവും. അത് മതി, ഉച്ചക്കേക്ക് മാത്രമല്ല വേണ്ടു. അപ്പം അത് രണ്ടും മാത്രമേ ഇന്നിപ്പം ഉച്ചക്ക് ആക്കുന്നില്ലൂ. വേറെ സ്പെഷ്യലൊന്നും ഇല്ല. വൈകുന്നേരം നമുക്ക് ന്യൂ ഇയർ സ്പെഷ്യൽ ആക്കാം. അതിനെല്ലാവരും രാത്രിയാകുമ്പോൾ എല്ലാവരും വീട്ടിലുണ്ടാവുമല്ലോ. പിന്നെ അമ്മമ്മേനെയും കൂട്ടിയിട്ട് വരണം. അപ്പോൾ കുറേ പരിപാടിയുണ്ട്. അപ്പൊ ലോകൂടെ ഉണ്ടെങ്കിൽ വീഡിയോയിൽ എടുത്ത് തരട്ടീനും. ഞാനിവിടെ വരുമ്പോഴത്തേനും TV കണ്ടോ എടുക്കുന്നുണ്ടായിരുന്നു, ആളെ കാണുന്നില്ല. വെക്കേഷൻ അല്ലേ, പിള്ളേർക്ക് അപ്പുറത്തെ വീട്ടിലാണെങ്കിൽ കളിക്കാൻ വേണ്ടി പോയിട്ടുണ്ടാവും. അല്ലെങ്കിൽ പോകാൻ പറയുന്നുണ്ട്, ഇത് പറയാണ്ട് ഒറ്റ പോക്ക്. അപ്പൊ നമുക്ക് ചക്കപ്പൂല് കുക്കറിലൊന്ന് വേവിച്ചെടുക്കാം കേട്ടാ. മഞ്ഞളും ഉപ്പും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കുക. അതിന് ശേഷം നല്ലപോലെ ഉടച്ചിട്ട് നമുക്ക് വറവിലിട്ട് കൊടുക്കുക. അപ്പൊ ഇതിന്റെ ബാക്കത്തെ ആ മുള്ളുമുള്ളു പോലത്തെ സാധനം, പിന്നെ ഇതിന്റെ മുന്നിലൊരു മൂക്ക് നമ്മൾ പറയും, അത് നല്ല അടിയെ ചെത്തി കൊടുക്കണം കേട്ടോ. എന്നാലേ ഇത് ഇടിക്കുന്ന സമയത്ത് വലന്ന് വരുമല്ലോ. അപ്പൊ അത് അടിയെ ചെത്തി കൊടുത്തിട്ടുണ്ട്. ട്രൈപോഡിൽ വെച്ചിട്ട് വീഡിയോ എടുക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ട് ലോകൂട്ടൻ അല്ലെങ്കിൽ എടുത്തു തരും. അല്ലെങ്കിൽ പിന്നെ അമ്മ എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ ഞാനല്ല അധികം വീഡിയോ എടുക്കല്. അപ്പൊ അതുകൊണ്ട് പിന്നെ വീഡിയോ തീരെ ഇല്ലാണ്ടെന്നാല് ഇങ്ങനെ വിചാരിക്കൂലേ വീഡിയോ ഇടുന്നില്ല എന്നല്ലോ. അപ്പോൾ എന്തെങ്കിലും മുന്നത്തെ അത്ര പെർഫെക്ഷൻ ഇല്ലെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണേ. അപ്പോൾ ചക്കപ്പൂരെല്ലാം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മിക്കവാറും ഈ കുഞ്ഞു കുക്കർ പിടിക്കും തോന്നില്ല അല്ലേ. കുക്കർ മാറ്റേണ്ടി വരും മിക്കവാറും. എന്താ വെച്ചാൽ ഈ കുക്കർ വാങ്ങിയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി, നല്ല രസമുണ്ട്.
കാണാനും വേഗം ആകുന്നതുകൊണ്ട് നല്ല ഇതിൻ്റെ തന്നെ 3 ലിറ്ററിൻ്റെ ഉണ്ട്, അതെടുത്തിട്ട് വരാം. ഇതിൻ്റെ മിക്കവാറും പിടിക്കുമെന്ന് തോന്നുന്നില്ല, മറിച്ചുപോയി. അപ്പൊ നമുക്കിതാ ഈ കുക്കറിലേക്ക് മാറ്റി കൊടുക്കാട്ടാ. ഇത് 3 ലിറ്ററിൻ്റെ, ഇത് 2 ലിറ്ററിൻ്റെ. ഓക്കെ, ഇത് കറക്റ്റായിട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മളെ ചോറ് തിളച്ചിട്ടുണ്ട്. നമുക്ക് റൈസ് കുക്കറിൽ ഒന്ന് വാങ്ങി കൊണ്ടച്ചിട്ട് വരാട്ടാ. ചോറ് ഈ ഒരു വലുപ്പത്തിൽ മുറിച്ചെടുത്തിന്. ഇതാ ഇതുപോലെയുള്ള വലുപ്പത്തിൽ, അത് പ്രശ്നമില്ല, അതെല്ലാം വെന്തോളും. അപ്പോൾ ഇതിലേക്ക് മഞ്ഞളും ഉപ്പും ഇട്ടെടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഇതാ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. മുങ്ങാൻ പാകത്തിൽ വേണ്ട, ഒരു പകുതി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെള്ളം പിന്നെ നമുക്ക് ഊറ്റിക്കളയേണ്ടതാണ്. അപ്പോൾ നമുക്ക് ഒറ്റൊരു വിസിൽ അടിച്ചെടുക്കാം. തീ കത്തിച്ചിട്ട് നമുക്കൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഒറ്റ വിസിലടിച്ച് കഴിഞ്ഞാൽ സംഭവം റെഡി കേട്ടാ. ഇതാ നമ്മളെ നല്ല അടിപൊളി ചക്കപ്പൂല് ഉപ്പേരിയുടെ റെഡി ആയിട്ടുണ്ട്. അയ്യോ, പുറത്തേക്കെല്ലാം തെറിച്ചു പോകുന്നുണ്ട്. ഇതാ ഒന്ന് വേവിച്ചെടുക്കുന്ന, മുറിച്ചിട്ട് വേവിച്ചെടുക്കുന്ന പണി മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം സിമ്പിളാണ്. അപ്പോൾ ഇത് റെഡിയായി. നമുക്ക് ഈ അടുപ്പത്ത് തന്നെ വേഗം മീനും കൂടി റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മളെ മീൻകറിയിൽ ഇതാ തിളച്ച് കുറുകി നല്ല സെറ്റായി വന്നിട്ടുണ്ട്. അധികം വറ്റിക്കുന്നില്ല, ഈ ഒരു പാകത്തിലാണ് ആക്കുന്നത്. അപ്പോൾ ഇതാ തേങ്ങ ഇറക്കാതെ നല്ല അടിപൊളി മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ടേസ്റ്റ് ഒക്കെ നടത്തിയിട്ടുണ്ട് നമ്മളെ ലോകൂട്ടെ. ഉപ്പും കുളിക്കാൻ നല്ല പാകത്തിനായിട്ടുണ്ട്. നമുക്ക് തീ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇതൊന്നും തീർക്കുന്നില്ല, ഞാൻ ഉപ്പും കുളിയലുണ്ടോ നോക്കിയല്ലേ. അപ്പോൾ അമ്മയുടെ ഉണ്ണിയപ്പം ചുട്ട് റെഡിയായി, ഒന്നും അറിയില്ല, പോയി നോക്കിയിട്ട് അതിൻ്റെ തിരക്കായുണ്ട്. അപ്പം ചോറും റെഡിയായി, നമ്മളെ ചക്കപ്പൂര് ഉപ്പേരി റെഡിയായി, മത്തി കറിയും റെഡിയായി. ഇത് വെച്ച് കഴിഞ്ഞാൽ തേങ്ങയൊന്നും ചേർക്കാണ്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ല അടിപൊളി കറിയാണ്. അപ്പോൾ ഇതുവരെ ആക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കിക്കോ. ചപ്പാത്തിക്കും ദോശക്കും ചോറിനും എല്ലാം ഒരുപോലെ പറ്റിയ നല്ല അടിപൊളി കറിയാണ്. വേഗം ഉണ്ടാക്കി എടുക്കാനും പറ്റും. അപ്പോൾ നമുക്ക് വേഗം അമ്മേൻ്റെ അടുത്തേക്ക് പോയേക്കാം. അപ്പോൾ ഞാൻ വരുമ്പോഴത്തേനും അമിത കുറേ ചുട്ട് വെച്ചിട്ടുണ്ട്. ഇനിയും കുറേ ചുടാൻ വേണ്ടിയിട്ട് ഇടാ മാവ് ഉണ്ട്. അമ്മ ചുട്ടുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഇതാ കുറേ അരിപ്പപാത്രത്തിലും ഉണ്ട്. അമ്മ ബാക്കി ഞാൻ ചൂടട്ടാ. എന്നാൽ കുറച്ച് നിങ്ങൾ ചോറ് കഴിച്ചോ? നിർത്തുന്നുണ്ടോ? പിന്നെ അതാ ഞാൻ ചോദിക്കാൻ നിൽക്കുന്നത്, ചോറ് കഴിക്കാൻ നിർത്തുന്നുണ്ടോ? അല്ല നിങ്ങൾ ചോറ് കഴിച്ചിട്ട് ഞാൻ ചൂടാ എങ്ങനെയായാലും ആക്കാം. അല്ലെങ്കിൽ കുറച്ച് സമയം പിന്നെ വാങ്ങി വെക്കേണ്ടി വരും. രണ്ടും വൈകുന്നേരത്തേക്ക് കൊടുക്കാനില്ലതാണ്. ചോറ് കഴിക്കാനുള്ള ഗ്യാപ്പിലുണ്ടാമേ, നമുക്ക് ചോറ് കഴിച്ചിട്ട് ബാക്കി ചുട്ടാലോ. അപ്പം മീൻകറി അമ്മ പറഞ്ഞ പോലെ നല്ല അടിപൊളി മീൻകറി ആക്കിയിട്ടുണ്ട്. ചക്കപ്പൂല് ഉപ്പേരി ആക്കിയിട്ടുണ്ട്. ഇപ്രാവശ്യത്തെ ആദ്യത്തെ ചക്കപ്പൂല്. അപ്പൊ ഇതാ നമ്മുടെ ചൂട് ഉണ്ണിയപ്പം എന്താണ് ഇങ്ങനെ തളിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അമ്മ ചോറ് കഴിക്കലായിട്ടാ. അതിൻ്റെ ഇടയ്ക്ക് ചെറിയൊരു ലഞ്ച് ബ്രേക്ക് കൊടുത്തു. ബാക്കി ചോറ് കഴിച്ചിട്ട് ചൂടായിച്ചു. പിന്നെ ഒരുപാട് സമയമായിട്ടുണ്ട്, 2:30-3 മണി ആവാനായിട്ടുണ്ട്. എങ്ങനെയുണ്ട് അമ്മ ആദ്യമായിട്ട് കിട്ടിയ ചക്കപ്പൂല്? നല്ല രസമുണ്ട്. കുറച്ച് വലുതായിന്, ഇങ്ങനെ ചുള വെച്ചിന്. ഇത് വെക്കാനേ പറ്റുള്ളൂ, ഉപ്പേരി വെക്കാനേ പറ്റുള്ളൂ, കറി വെക്കാനാവില്ല. അത് ചുള വെച്ചിരുന്നത്. അപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ മീനാക്കിയിട്ടുണ്ട്, മത്തി. പിന്നെ ഇന്നലത്തെ പാവക്ക തീയലുണ്ട് കേട്ടാ, അതിന്റെ റെസിപ്പി വരുന്നുണ്ട്. അതൊരു തുള്ളിയേ വേണ്ടു, നല്ല രസം. കയ്പൊന്നുമില്ല, പൊരിച്ചിട്ടാക്കിയോണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. പിള്ളേരടക്കം കൂട്ടീനി, അല്ലെങ്കിൽ കയ്പൊക്കെ ആക്കിയാൽ കൂട്ടുകയില്ല. അപ്പൊ ചോറ് കഴിച്ചിട്ട് നമുക്ക് ബാക്കി ചൂടാനുണ്ട്. പിന്നെ വൈകുന്നേരത്തെ പരിപാടികൾ പിന്നെ ആദ്യം തുടങ്ങാനുണ്ട്. അപ്പോൾ നമ്മൾ ചോറെല്ലാം കഴിച്ചു. ഇനി ബാക്കിയും കൂടി കുറച്ച് ചൂടാനുണ്ട് അത്രേ.
അപ്പോൾ ഇവിടെ വീടിൻ്റെ അടുത്ത് തന്നെ ഇല്ലെടുത്ത് ഞാൻ വേഗം കൊണ്ടു കൊടുക്കാമെന്ന് വിചാരിക്കുന്നു. അത് ഏകദേശം ചുട്ടായിട്ടുണ്ട്. അപ്പോൾ വേറെ എന്നുണ്ടമ്മേ എല്ലാവർക്കും നമ്മളെ ഹൃദയം നിറഞ്ഞ ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ കുറച്ച് കഴിഞ്ഞാടും വേറെ ഒരു സ്ഥലത്തും കൂടി കൊണ്ടു കൊടുക്കാനുണ്ട്. ആടെ കൊണ്ടു കൊടുക്കാൻ പോകുമ്പോൾ അമ്മമ്മേനെ നമ്മളെ പാറൂസിനെയും കൂട്ടിയിട്ട് വരണം. അപ്പോൾ വൈകുന്നേരത്തെ പരിപാടിയെല്ലാം ഇത് കഴിഞ്ഞിട്ട് ഇനി തുടങ്ങാനുണ്ട് അത്രേ. അതിൻ്റെ വിശേഷങ്ങളായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്യുന്നത്. നമ്മളെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ബൈ.